പ്രിയമുള്ളവരെ, ഇനി വരാൻ പോകുന്ന 2-3 മാസങ്ങൾ പരീക്ഷകളുടേതാണ്. പരീക്ഷ എഴുതാൻ LKG മുതൽ ശീലിച്ച നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എന്നത് ഇപ്പോഴും ഏറ്റവും വലിയ തലവേദനയാണ്. ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പഠിക്കാൻ വല്ലാത്തൊരസ്വസ്ഥതയോടെ പഠിച്ച് എങ്ങനെ പൂർത്തിയാക്കുന്നുള്ള വിഷമവും സങ്കടവും അസ്വസ്ഥതയും ഒക്കെ ചേർന്ന് കുട്ടികൾ മറ്റൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരല്ലാത്ത രീതിയിലേക്ക് പെരുമാറുന്ന ഒരു സാഹചര്യമാണ്. പരീക്ഷാക്കാലം വളരെ ആസ്വാദ്യകരമായി മാറ്റാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും അമിതമായി സ്ട്രെസ്സ് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്ട്രെസ് ഇല്ലാതിരിക്കുകയും അരുത്. സാധാരണഗതിയിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നമ്മൾ പറയാറുണ്ട്, സ്ട്രെസ്സ് തീരെ കുറയാനും പാടില്ല, സ്ട്രെസ്സ് കൂടാനും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പിടിച്ചു നിർത്തിയാൽ, ഒരു ഒപ്റ്റിമൽ ലെവലിൽ പിടിച്ചു നിർത്തിയാൽ അതിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഏറ്റവും പീക്കിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. എന്തുതന്നെയായാലും നമ്മുടെ കുട്ടികളെ പഠിക്കേണ്ടതെങ്ങനെ, അതിനുവേണ്ടി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൃത്യമായി പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ചുരുക്കം കുട്ടികൾ മാത്രം അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ഏതാണ് മെത്തേഡ് അറിഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഓർമ്മശക്തി പരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് തന്നിലുള്ള കഴിവുകൾ, തന്നിലുള്ള ആശയങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എഴുതി ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ സ്ട്രെസ് ചെയ്തതുകൊണ്ടോ കൂടുതൽ ടെൻഷൻ അടിച്ചതുകൊണ്ടോ നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 1 മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള ആവലാതി, തെറ്റിപ്പോകുമോ എന്നുള്ള പേടി, ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ആദ്യം വേണ്ടത് ഒരു കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. അതിന് കുട്ടികൾ സ്വയം തയ്യാറെടുക്കുകയും മറ്റുള്ളവരുടെ നിർബന്ധ ബുദ്ധി ഇല്ലാതെ തന്നെ സ്വയം തയ്യാറായി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ ഓരോ കുട്ടിക്കും സാധിച്ചാൽ അത് നല്ല വിജയത്തിനുള്ള വഴിയായിട്ട് മാറും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി വരുന്ന പരീക്ഷകളും കോമ്പറ്റീറ്റീവ് എക്സാമുകളും മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായ രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.